മട്ടൻ്റെ പേസ്റ്റ് പോലെ കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിലേക്ക് വേണ്ടത് 1/2 കിലോ മട്ടൻ, അതായത് ആട്ടിറച്ചി 1/2 കിലോന് എടുത്തതാണിത്. തേങ്ങ, പച്ച തേങ്ങയാണ്, ഒരു കയ്യിലത്തെ തേങ്ങ, വലിയ ജീരകം, ചെറിയ ജീരകം, ഉലുവ, ഇത്ര എടുത്തിട്ടുള്ളൂ ഉലുവ, കുരുമുളക്, കൊത്തമല്ലി, ഒരു കയ്യിലത്തെ കൊത്തമല്ലി എടുത്തിട്ടുണ്ട്, 1/2 കയ്യിലത്തെ കുരുമുളക് എടുത്തിട്ടുണ്ട്, 4 മുളക്, ചെറിയ ഒരു ഇഞ്ചി കഷ്ണം, 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ സവാള കഷ്ണം വെട്ടിയതാണിത്, 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി. നമുക്ക് ഇത് 2 സ്റ്റേജായിട്ടാണ് വഴറ്റിയെടുക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് എങ്ങനെ വഴറ്റിയെടുക്കുന്നത് നോക്കാം. ഒരു പാൻ വെക്കടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് കത്തിച്ചെടുക്കാം. ഇത് നല്ല ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും, പിന്നെ മുളകും എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എരിവൊക്കെ ഇടുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കുരുമുളകും ഇതും കുറച്ച് കൊടുക്കുക. ഇത് 4 മുളക്, ഒരു കയ്യിലത്തെ കൊത്തമല്ലി, 1/2 കിലോ മട്ടൻക്കുള്ളതാണ്. ഇത് 2 സ്റ്റേജായിട്ടാണ് വറുക്കാനുള്ളത്. ചെറിയ ജീരകം, ഉലുവ, കുരുമുളക്, വലിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കയ്യിൽ തേങ്ങ എടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ്. ഇത് നല്ലവണ്ണം വഴന്ന് വരണം. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അത് വേഗം വഴന്ന് കിട്ടും. ഇതെല്ലാം വഴന്ന് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുള്ളൂ. ഇത് നല്ല ഒന്ന് മുരിഞ്ഞെടുത്തിട്ടണം. ഉലുവ കൂടുതൽ ചേർക്കരുത്. ഉലുവ ചേർത്താൽ കയ്പ്പ് ടേസ്റ്റ് വരും. ഇതിപ്പോൾ എണ്ണയിൽ കിടന്ന് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വാങ്ങി വെക്കാം. നല്ല ഒന്നും കൂടി. അപ്പോൾ നല്ലവണ്ണം ഇത് ഉരിഞ്ഞിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത് ഉരിഞ്ഞ് കിട്ടിയത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിൽ തന്നെ നമുക്ക് അടുത്ത സെക്ഷനും ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മട്ടൻ കൂടി ചേർത്തിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് എരിവും നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചി, പിന്നെ കുരുമുളക്, ഉണക്കമുളകൊക്കെ ഉള്ളതുകൊണ്ട് എരിവുണ്ടാവും. അതുകൊണ്ട് എരിവ് ഇടുമ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളകും പൊടി ചേർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചും കൂടിയുള്ള മുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കുന്നത്. പിന്നെ കരിവേപ്പിൻ്റെ ഇല നമ്മൾ ഇത് ഗ്രേവി ഇട്ട് ഇതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരഞ്ഞ് പോകണ്ടെന്നുള്ള അരക്കാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. ഇപ്പോൾ നമ്മൾ ഇത് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി
ഈ എണ്ണയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി. ഇത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം വറുത്ത് വെച്ചതും കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നല്ല അരിഞ്ഞിട്ടുണ്ട്. നല്ല ജസ്റ്റ് അരിഞ്ഞിട്ടുണ്ട്. നല്ല നൈസായിട്ടല്ല, എന്നാൽ അരിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അത് നമുക്ക് ഇതിലാണ് കിടന്ന് വേവാൻ. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം. ഇപ്പം നമ്മളെ ആട് കറി ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വിസിലിടാം. നല്ലോണം ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടാകുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം അടച്ച് വെച്ചാൽ മതി. ഉപ്പും എരിവും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് കൊടുക്കുകയാണ്. ഇനി വിസിലിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതൊരു തുണി ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് ഇവിടെ ഒന്നാകെ തെറിച്ച് പോവാതെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുണി ചുറ്റി കൊടുക്കുക. അത് എന്ത് ഭക്ഷണം വെക്കുകയാണെങ്കിലും ഇങ്ങനെ തുണി ചുറ്റി കൊടുക്കാറുണ്ട്. അപ്പം ഇനി ഇത് 5 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ 6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്ത് നല്ല ചൂടാറിയതിന് ശേഷം ഇത് തുറന്ന് കൊടുക്കാം. ഇത് വെയിറ്റ് എടുത്ത് നോക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കും കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.